നേരവും ആരാധന സ്ത്രീ പൊഴിച്ചിട്ടായിരിക്കട്ടെ. അത് വിശ്വാസത്തോടെ പറയണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന സ്ത്രീ പൊഴിച്ചിട്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന സ്ത്രീ പൊഴിച്ചിട്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന സ്ത്രീ പൊഴിച്ചിട്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വിളിപ്രകാരം വന്നിരിക്കുകയാണെന്ന് ഓർക്കണം. ആരും ആകസ്മികമായിട്ട് വരുന്നില്ല എന്ന് എപ്പോഴും ഓർക്കണം. പ്രത്യേകിച്ച് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക നിറവോടും വിളിയോടും കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വന്ന് പെട്ടുപോകുന്ന ആൾക്കാർക്ക് അത് ദൈവത്തിൻ്റെ കാരുണ്യത്താൽ അകപ്പെട്ടു പോകുന്ന ആൾക്കാരാണ്. അവർ ശരിക്കും ഏകാഗ്രതയോടെ കർത്താവ്, ഞാനിവിടുന്ന് രക്ഷപ്പെടും, ഇവിടം കൊണ്ട് രക്ഷപ്പെടും, ഞാൻ സത്യമായിട്ട് രക്ഷപ്പെടും, എൻ്റെ കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് എന്നെ കൂട്ടിച്ചേർത്തത് എന്നുള്ള ബോധ്യത്തോടുകൂടി വേണം പ്രാർത്ഥനയുടെ ഓരോ ആവശ്യങ്ങളും പങ്കെടുക്കാൻ. അച്ഛന് വേണ്ടിയും എനിക്കും പ്രയർ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ വചനം പങ്കുവെക്കുന്ന സമയത്തൊക്കെ അച്ഛൻ കർത്താവ് അച്ഛനെ അഭിഷേകം കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാവരും പറയുമ്പോൾ അതനുസരിച്ച് കർത്താവ് പ്രത്യേക അഭിഷേകം തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു പുതിയ വർഷം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ കാലം എന്ന് പറയുന്നത് ദാനമാണ്. നമ്മൾ വലിയ ശനിയാഴ്ച രാത്രി പെസഹാത്തിരിയിൽ കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് കുന്തിരിക്കം കൊണ്ട് അടയാളപ്പെടുത്തുമ്പോൾ പറയുന്നത് സമയവും കാലവും അവിടുത്തേക്കുള്ളതാകുന്നു. പ്രൈസറോ, അത് വെളിപാട് വചനത്തിനോട് ചൂടുപിടിച്ച് പറയണതാ. സമയവും കാലവും അവിടുത്തേക്കുള്ളതാണ്, ദൈവത്തിൻ്റെതാണെന്ന്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 2017 കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനമായിട്ട് കിട്ടിയിരിക്കുകയാണ്. കാര്യം ഈ സമയത്തിലാണ് നമുക്ക് ദൈവത്തിൽ വളരാൻ പറ്റണത്. ഇപ്പം നമ്മൾ ദൈവത്തിലായിരിക്കുന്ന ഓരോ മകനും വളർച്ചയിലല്ലേ വരേണ്ടത്. വളർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുറേ വിഷയങ്ങളുണ്ട്. കാര്യം ഇത് വിഷയങ്ങളുടെ ധ്യാനകേന്ദ്രമാണ്. വീടില്ല, സ്ഥലമില്ല, ജോലിയില്ല, കുടുംബത്തിൽ സമാധാനം ഇല്ല. അച്ഛൻ 26 കൊല്ലമായിട്ട് തന്നെ ഡീൽ ചെയ്യണത്. മര്യാദക്ക് അച്ഛൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവിൻ്റെ ആ പറഞ്ഞു തന്നിരിക്കുന്ന കൃപയിൽ നിലനിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാത്രമല്ല സമാധാനം ഉണ്ടാകണത്. ഇത് കൃപാസനമാണ്. നിങ്ങളുടെ നിത്യജീവിതത്തിന് വരെ ഇതിന് ഓഹരി ഉണ്ടാവും ഇവിടുന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിത്യജീവ കൃപാസനമെന്ന് 1989 ഈശോ എന്നോട് പറഞ്ഞു. 89 എനിക്കന്ന് എൻ്റെ അർത്ഥം പോലും അറിയാൻ പറ്റില്ല. ബൈബിളുള്ള പേരാണെന്നൊക്കെ എനിക്കറിയാം. പിന്നീട് കാലാന്തരത്തിൽ വരുന്ന ഓരോ വെളിപാട് നോക്കുമ്പോഴും കൃപ നൽകുന്ന സ്ഥലമായി വരികയാണ്. അതാണ് ഈ മരിയൻ തപസ്സുമില്ല അങ്ങനെയാണ് വരണത്. അപ്പം അനുഗ്രഹം മാത്രമല്ല, നിങ്ങളെ ദൈവം കൃപാസനത്തിലോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഫേവേഴ്സാണ്, ഭൗതിക ആനുകൂല്യങ്ങളാണ്. ഭൗതിക ആനുകൂല്യങ്ങൾ ദൈവം എത്ര തന്നാലും ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന് വലിയ വളർച്ച ഒന്നും ഉണ്ടാവണം നിർബന്ധമില്ല. അതാണ് ഈ ഭൗതിക ആനുകൂല്യത്തിൻ്റെ അപകടം. അതാണ് ഭൗതിക ആനുകൂല്യം. ഞങ്ങൾ ഇപ്പം കല്യാണം നടക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു, സാക്ഷി എന്തുമാത്രം പറഞ്ഞിവിടെ. കല്യാണം നടക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു, വീട് കിട്ടുന്നു, ജോലി കിട്ടുന്നു, ബിസിനസ് നടക്കുന്നു. ഇങ്ങനെ എല്ലാം നിങ്ങളുടെ മരണം വരെ നടന്നാലും അതൊന്നും ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു അടയാളമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ കാര്യം? നിങ്ങൾ ഇപ്പോൾ ഒരു ആനുകൂല്യം, ഇപ്പോൾ ഈശോ ജെറുസലേമിൽ പോയില്ലേ? കാനായിലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വെള്ളം വീഞ്ഞാക്കിയതിന് ശേഷം ഈശോ എങ്ങോട്ടാണ് പോയത്? അടുത്ത ആഴ്ചയിലാണെന്ന് തോന്നുന്നു ഈശോ ഗലീലയിൽ നിന്ന് യൂദയായിലേക്ക് പോയത്. കാനായിലെ കല്യാണത്തിൽ ഈശോ വെള്ളം വീഞ്ഞാക്കി. എന്നിട്ട് യോഹന്നാൻ പറയുന്നത് 2:11 പറയുന്നത് അവിടുത്തെ മഹത്വം പ്രകടിപ്പിക്കുന്നതിനുള്ള ആദ്യ അടയാളം ഈശോ കാണിച്ചു. പിന്നെ ഈശോ എങ്ങോട്ടാണ് പോയതെന്ന് താഴേക്ക് വായിക്കാൻ മനസ്സിലാകും. അവൻ ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ എന്തിനാവാൻ പോയത്? പെസഹാ തിരുനാൾ ആയിരുന്നു. അവിടെ എന്താ അവൻ ചെയ്തത്?
അവൻ അടയാളങ്ങൾ പ്രവർത്തിച്ചു. എന്താണ് അടയാളങ്ങൾ? അവിടെ രോഗികളെ സുഖപ്പെടുത്തി ഈശോ, അന്ധന്മാരെ കാണിച്ച് സുഖപ്പെട്ടു, ചെകിടന്മാരെ സുഖപ്പെട്ടു, കുഷ്ഠരോഗികളെ സുഖപ്പെട്ടു. അപ്പോൾ ഒത്തിരി അടയാളങ്ങൾ അവൻ ജെറുസലേമിൽ കാണിച്ചു. ആ അടയാളങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം വന്നിട്ട് ഈശോനെ പൊതിഞ്ഞിട്ട് പറഞ്ഞു, യു ഗ്രേറ്റ് മൈ ഗോഡ്, യു റബ്ബി, ഇതുപോലെ ഒരു റബിമാരും ചെയ്തിട്ടില്ല, നീ ദൈവപുത്രനാണ്, നീ രക്ഷകനാണെന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യന്മാർ അവനിലങ്ങ് വിശ്വസിച്ചു, ഈശോയിൽ വിശ്വസിച്ചു. പക്ഷേ സുവിശേഷത്തിൽ എഡിറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു ഭാഗം എഡിറ്റ് ചെയ്യാതെ റോയായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? ഇങ്ങനെ അടയാളങ്ങൾ അനുഗ്രഹം കൈപ്പറ്റിയ ആൾക്കാർ സ്തുതിച്ചെങ്കിലും, അവനിൽ അവരൊക്കെ വിശ്വസിച്ചെങ്കിലും അവനാകട്ടെ അവരിൽ വിശ്വസിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. വെരി സീരിയസ്, വെരി സീരിയസ്. എന്താ കാര്യം? ഈ കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ചപ്പോൾ വിശ്വസിച്ചു. മുടന്തന്മാരെ എഴുന്നേറ്റ് നടന്നപ്പോൾ അവ ഈശോയിൽ വിശ്വസിച്ചു. ചെകിടന്മാർ ചെവി തുറന്നപ്പോൾ അവർ ഈശോ വിശ്വസിച്ചു. അപ്പോൾ ഈ അനുഗ്രഹം കൈപ്പറ്റിയ ആൾക്കാരെല്ലാം പടിപടിയായി ഈശോ വിശ്വസിക്കുകയാണ്. പക്ഷേ സുവിശേഷം പറയുന്നു ദാറ്റ് ഡസൻറ്റ് മേക്ക് എനിത്തിങ് എന്ന്, അതുകൊണ്ട് കഥയില്ലെന്ന്. എന്താ കാര്യം? അവനാകട്ടെ അവരിൽ വിശ്വസിച്ചില്ല. 2:24 യോഹന്നാൻ 2:24 അവനാകട്ടെ പറഞ്ഞ് അവനാകട്ടെ അവരിൽ വിശ്വസിച്ചില്ല. ഈ ഒരു അപകടം എൻ്റെ സഹോദരങ്ങളെ കർത്താവുമായിട്ട് ആത്മീയ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതറിയണം. എന്താ കാര്യം വെച്ചാൽ എല്ലാവരും പറയുന്നത് എന്താണ്? ഓരോ ദിവസവും അനുഗ്രഹം കൈപ്പറ്റുന്നവരാണ് ദൈവത്തിൻ്റെ കൃപയിൽ അനുഗ്രഹം നിലനിൽക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിലനിൽക്കുന്നത്, ദൈവാനുഗ്രഹം ഉള്ളവർ, ദൈവാധീനം ഉള്ളവർ എന്നൊക്കെ പറയും. നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിവെക്കേണ്ട ഒരു സംഭവം ലൂക്കായുടെ സുവിശേഷമാണ്. നിങ്ങളെ ആർത്തിയോടെ, ഇപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ടോക്ക് കേൾക്കാൻ ഏതെങ്കിലും ഒരു ടോക്ക് എന്നെ സ്പർശിക്കുമെന്ന്. അത് കുറേ ആ സഹോദരൻ പറയും. അച്ഛൻ്റെ ടോക്ക് കൊണ്ട് ഞാൻ പറയുന്നുമില്ല. ഞാനാണെങ്കിൽ ഒരു സാധനവും ഞാൻ പഠിക്കത്തില്ല, ഒരു പുസ്തകവും ഒരു ആരുടെയും പ്രസംഗം കേൾക്കത്തില്ല. അഥവാ ഷാലോമിലൊക്കെ കേട്ടാൽ തന്നെ ആ സാധനം ഞാൻ ആവർത്തിക്കത്തില്ല, ആരുടെ മുമ്പിലും പറയത്തില്ല. എന്താ കാര്യം? ഞാൻ അത് കേട്ട് പറഞ്ഞാൽ അത് ഇൻഫർമേഷനാണ്, നോളജാണ്. അതിന് അനോയിൻറ്റിങ് ഉണ്ടാകത്തില്ല, അഭിഷേകം ഉണ്ടാകത്തില്ല. ഞാനത് എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ വിഷമവുമായിട്ട് ഞാൻ ജപമാലയുമായിട്ട് ഈശോയുടെ മുമ്പിൽ നിൽക്കും. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ വിഷമവും അതിനായിട്ട് അത് അവർക്ക് തന്നെ ചിലപ്പോൾ മോശ പ്രാർത്ഥിച്ചപ്പോൾ കല്ലിട്ട് കൊടുത്ത് മോശനെ ഇരുത്തിയിട്ട് അഹ്റോന് ഹുറും കയ്യെ പിടിച്ച് സഹായിച്ചില്ലേ? അതുപോലെ നിങ്ങൾ കയ്യെ പിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജപമാല കൊണ്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ തമ്മിൽ മ്യൂച്വൽ സപ്പോർട്ടിലായി മുന്നോട്ട് പോണത്. അങ്ങനെ വരുമ്പോൾ ദൈവജനത്തെ വളർത്താനോ ഉണർത്താനോ ഉയർത്താനോ വേണ്ടി കർത്താവ് തന്നെ നമ്മോട് സംസാരിക്കും. ഞാനിവിടെ വന്നപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹെബ്രായർ ഒരു വചന ഈശോ പറയാൻ ഉദ്ദേശിക്കുന്നുവെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ഉടനെ എന്താണ് ഈശോ ഹെബ്രായരുടെ വചനം എന്ന് നോക്കിയിട്ട് ഞാൻ ചുമ്മാ ഹെബ്രായർ എടുത്ത് ഹെബ്രായർ വായിച്ച് അതിലേക്ക് വന്നിട്ട് ഒന്നും പിടിയിടില്ല. 1 വായിച്ചു, ഹെബ്രായർ 1:1 വായിച്ചു, ഹെബ്രായർ 1:2 വായിച്ചു, ഹെബ്രായർ 1:3 വായിച്ചു. ഹെബ്രായർ 1:3 എന്നപ്പോഴേ അവിടെ കിടക്കുന്ന അവൻ വചനം കൊണ്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്തെന്ന്, നിലനിർത്തി കൊടുത്തെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വചനം ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറയുക, തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്ന. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു. അപ്പോൾ വചനത്തിന് അങ്ങനെ ഒരു വലിയ ഒരു ശക്തിയുണ്ട്. എന്താണ്? നമ്മൾ തളർന്നിരിക്കണമെങ്കിൽ നമ്മളെ താങ്ങി നിർത്തും. അപ്പം തളർന്ന സഹോദരങ്ങൾ എന്ത് ചെയ്യണം? വചനം കേട്ടുകൊണ്ടേ ഇരിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? തളർന്ന സഹോദരങ്ങൾ എന്ത് ചെയ്യണം? വചനം കേട്ടുകൊണ്ടിരിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരുന്നാലും വലിയ പ്രയോജനം ഇല്ല. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ അച്ഛൻ പറഞ്ഞ അച്ഛൻ തന്നെ നിഷേധിക്കണേ എന്താണെന്ന് ചോദിക്കും. വചനം കേട്ടിട്ട് പാളിപ്പോയി 2 കക്ഷിയുടെ ബൈബിളുണ്ട്. വചനം കേട്ടുകൊണ്ടിരുന്നിട്ട് ഒന്ന്
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മുടെ ധൂർത്തപുത്രൻ്റെ കഥ മത്തായി ശ്ലീഹയുടെ വീട്ടിൽ വെച്ച് ഈശോ പറഞ്ഞതാ. അതായത് പിരിഞ്ഞുപോയ, വിദേശത്തേക്ക് വിട്ടുപോയ ധൂർത്തനായ മകന് വേണ്ടി അപ്പൻ വാതിൽ തുറന്നിട്ട് വഴിക്കണ്ണും നട്ട് ഇങ്ങനെ അവൻ്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ദൈവപിതാവിൻ്റെ സ്വർഗീയ വാത്സല്യത്തിൻ്റെ ഈ മഹാകഥ ഈശോ പറഞ്ഞത് ചുങ്കക്കാരൻ മത്തായി തിരിച്ചു വന്നപ്പോൾ അവനെ സ്വീകരിക്കാനുണ്ടായ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വെളിപ്പെടുത്തലാണ്. ഫരിസേയന്മാർ ചുങ്കക്കാരൻ്റെ വീട്ടിൽ കടത്താൻ ഭക്ഷണം കഴിച്ചതാണ് കാരണം ഫരിസേയന്മാർ അവിടെ നിന്ന് ബോയ്ക്കോട്ട് ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് മൂത്ത മകൻ്റെ ഇളയ മകൻ ഈശോ പറയണത്. പക്ഷെ അതല്ല പ്രശ്നം. ഈ രണ്ട് മടങ്ങി വരുന്നാൽ കാശായാലും അത് മടങ്ങി വരൂ മകനെ, മടങ്ങി വരൂ മകനെ എന്ന് പറഞ്ഞ് കണ്ണീരോടെ പറയുന്ന, ആവർത്തിച്ച് പറയുന്ന ഒറ്റപ്രമേയം അതാണ്. കാണാതെ പോയ കാശ്, കാണാതെ പോയ ആട്, കാണാതെ പോയ മകൻ, ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് ഈ അപ്പോസ്തലന്മാരെല്ലാം കൂടെ ഉണ്ടോ ഇല്ലേ? മത്തായി ശ്ലീഹയുടെ വീട്ടിൽ ഭക്ഷണത്തിന് ഈ കക്ഷികളെല്ലാം ഉണ്ട്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ കേട്ടയാളാണ് പത്രോസ്. ഈ കഥ കേട്ടയാളാണ് മടങ്ങി വരുന്ന മകനെ പിതാവ് ആശ്ലേഷിക്കുക മാത്രമല്ലേ, അവൻ്റെ ഡ്രൈനെസ് എല്ലാം മാറ്റിക്കൊടുത്തു. അവൻ്റെ വൈകാരികമായി അവൻ്റെ ജീവിതത്തിൽ അപ്പൻ അമ്മ സ്നേഹം അങ്ങനെ സാധനം എല്ലാം, ആ ഗ്ലാൻസ് എല്ലാം പോയി കിടക്കിയിരുന്നു. അങ്ങനെ ആ ജീവിതം തന്നെ അവന് ഊഷ്മത നഷ്ടപ്പെട്ടൊരു മനുഷ്യനെ പിതാവ് ഓടിച്ചെന്ന് 1, അവനെ കെട്ടിപ്പിടിച്ചു 2, അവനെ ചുംബിച്ച് 3, അവന് നല്ല വസ്ത്രം കൊടുത്തു 4, മോതിരം കൊടുത്തു 5, ചെരുപ്പ് കൊടുത്തു 6, അവന് വേണ്ടി കൊടുത്ത കാളക്കുട്ടിയെ കൊന്നു 7 കാര്യങ്ങൾ ചെയ്ത് അവൻ്റെ മടങ്ങി വരും അപ്പം പെരുന്നാളാക്കി മാറ്റുകയും. ഇതെല്ലാം കേട്ട മനുഷ്യനാണ് പത്രോസ്, ഇതെല്ലാം കേട്ട മനുഷ്യനാണ് ജൂദാസ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ജൂദാസ് മടങ്ങി വരാതിരുന്നത്? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഇത് കേട്ട ആളല്ലേ ജൂദാസ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്നെ 2 ആഴ്ചയായിട്ട് കർത്താവ് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതെല്ലാം കേട്ടയാളാണ് പത്രോസ് മടങ്ങി വന്നു. എന്താ എൻ്റെ കയ്യിൽ എൻ്റെ ഈശോനെ ഞാൻ എങ്ങനെയൊക്കെ തള്ളിപ്പറഞ്ഞാലും മടങ്ങി വരുന്നവന് വേണ്ടി വാതിൽ തുറന്നിട്ട് കണ്ണിൽ വിളക്കും വെച്ചുകൊണ്ടിരിക്കണ ഒരു ദൈവമുണ്ട്. എന്നെ മടങ്ങി വന്നാൽ ഒരു വേലക്കാരനായിട്ട് ഇങ്ങനെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പത്രോസ് പണ്ടത്തെ ധൂർത്തപുത്രൻ്റെ കഥയുടെ വചനം കേട്ടിട്ട് അവൻ കരഞ്ഞുകൊണ്ട് മടങ്ങി വന്നു. യൂദാസ് എന്തുകൊണ്ടാണ് മടങ്ങി വരാതിരുന്നത്? നിങ്ങൾക്ക് ഈ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ 600 പേര് വചനം കേൾക്കുന്നു. വചനം കേൾക്കുന്ന ചില ആൾക്കാർ മടങ്ങി വരും, ചില ആൾക്കാർ മടങ്ങി വരത്തില്ല. അത് അപകടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് യൂദാസ് മടങ്ങി വരാതിരുന്നത്? ആ ധൂർത്തപുത്രൻ്റെ കഥ ശരിക്കും യൂദാസിന് പ്രയോജനപ്പെട്ടില്ല. എൻ്റെ മക്കളെ, സഹോദരങ്ങളെ, വചനം കേൾക്കുന്നതൊരു വിഷയം, അത് പ്രയോജനപ്പെടുന്നത് അത് വേറൊരു വിഷയമാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, വചനം കേൾക്കുമ്പോഴേ വചനം പ്രയോജനപ്പെടാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ഹെബ്രായർ എഴുതിയിട്ടുണ്ട് നല്ലവണ്ണം പരിശുദ്ധാത്മാവ്. എന്താ പറഞ്ഞത്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്താ കാരണം? അവരതിൽ വിശ്വസിച്ചില്ല. അതാണ് പ്രശ്നം. യൂദാസിനെ പറ്റിയ അപകടം അതാ. യൂദാസിന് എന്താ അപകടം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വചനം കേട്ടു, നമ്മൾ ചിലരെ പോലെ കേട്ടു, പക്ഷേ അതിലങ്ങ് വിശ്വസിച്ചില്ല. ഹെബ്രായർ 4:2 ഏറ്റു പറഞ്ഞ്, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരതിലെ വിശ്വസിച്ചില്ല. വിശ്വസിക്കാതിരുന്നത് ആരെന്നും തന്നെ ഒറ്റിക്കൊടുത്തവൻ ആരെന്നും ആദ്യം മുതൽക്കേ അവനെ അറിയാമായിരുന്നു. അതാ സംഭവിച്ചത്. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ പദം യോഹന്നാൻ എന്താ പറയണത്? 6:64. യോഹന്നാൻ 6:64 പറയുന്നു, വിശ്വസിക്കാത്തവരാരെന്നും. ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കാത്തവരാരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാതിരുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവനെ അറിയാമായിരുന്നു. അപ്പൊ യൂദാസിന് എന്തുകൊണ്ടാണ് വചനം പ്രയോജനപ്പെടാതിരുന്നത്? ആർക്കും പറയാൻ ഉത്തരം. അവൻ വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, കർത്താവായ ദൈവമേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ
വിശ്വസിക്കാനുള്ള കൃപ തരണമേ. ശ്രുതികട ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ വഴികളെ ഞാനറിഞ്ഞു, അനുഗമിച്ചിടും അവനോട് ചുവടുകൾ, അനുഗമിച്ചിടും അവനോട് ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാനറിഞ്ഞു, അനുഗമിച്ചിടും അവനോട് ചുവടുകൾ, അനുഗമിച്ചിടും അവനോട് ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയും, ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ ആനന്ദവും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ ആനന്ദവും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാനറിഞ്ഞു, അനുഗമിച്ചിടും അവനോട് ചുവടുകൾ, അനുഗമിച്ചിടും അവനോട് ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, നന്ദി കർത്താവേ. ഹല്ലേലൂയ. 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 യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ, യേശുവേ സ്തോത്രം. യേശുവേ കർത്താവേ. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ ജീവിതത്തിൻ്റെ അപകട മേഖലകൾ ഇതുപോലെ യൂദാസിനെ പോലെ വചനം പ്രയോജനപ്പെടാതിരുന്ന വേറെ ഒരാൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ ബൈബിളിലുണ്ട്. യൂദാസിന് പുരുഷനാണെങ്കിൽ അതൊരു സ്ത്രീയാണ്. ആർക്ക് വേണമെങ്കിലും പറയാം. 1000 രൂപ തരാം. പഴയ 1000 രൂപയല്ല, പുതിയ 1000 രൂപ. ഇതുപോലെ വചനം പ്രയോജനപ്പെടാതിരുന്ന ഒരാൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ ബൈബിളിലുണ്ട്. ആർക്ക് വേണമെങ്കിലും പറയാം. യൂദാസിന് വചനം പ്രയോജനപ്പെട്ടില്ലല്ല, ഉറപ്പല്ലേ? എന്തുകൊണ്ടാണ് പ്രയോജനപ്പെടാഞ്ഞത്? അവനതിൽ വിശ്വസിച്ചില്ല. ഇതുപോലെ വചനം കേട്ടിട്ട് വിശ്വസിക്കാതെ, കേട്ടപ്പോൾ തോന്നി ഇത് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് തോന്നി. പക്ഷെ ആളെ വിശ്വസിച്ചില്ല. അതൊരു സ്ത്രീയാണ്. അതാരാണെന്ന് പറയാമോ? ലോത്തിൻ്റെ ഭാര്യയെ. ഞാനൊരു ക്ലൂ തരാം. പറഞ്ഞോ. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ലാസറിൻ്റെ പെങ്ങളാണ് കക്ഷി. എന്താ കാര്യം എന്നറിയാവോ? ലാസറിൻ്റെ പെങ്ങളെക്കുറിച്ച് ഈശോ എന്താ കമൻറ്റ്? മാർത്ത പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കാൻ ഇവളോട് പറയാൻ പറഞ്ഞില്ലേ, എന്നെ സഹായിക്കാൻ ഇവളോട് പറയാൻ പറഞ്ഞു. ഉടനെ മാർത്തയോട് ഈശോ പറഞ്ഞു, മാർത്ത നീ പല കാര്യങ്ങളെ ഓർത്ത് വ്യാകുലയായിരിക്കുന്നു. സംഗത്യമായത് ആവശ്യമായത് ഒന്ന് മാത്രമേ ഉള്ളൂ. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്ത്. 10:42. അതല്ല, എന്നിട്ട് ഈശോ ഒരു വാക്കുകൂടിയൊക്കെ ചെയ്ത്. അങ്ങനെ വചനം കേൾക്കുന്ന മറിയത്തിനെക്കുറിച്ച് ഈശോ ഒരു കാര്യം കൂടി പറഞ്ഞു. ആ നല്ല ഭാഗം അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് ഈശോയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച്. അത് 10:42 ലൂക്കായുടെ സുവിശേഷത്തിലെ. പക്ഷേ ഈ വചനം ഈശോ പറഞ്ഞ എന്താണ്? ഈ ഈശോയ്ക്ക് വചനം കേൾക്കുന്ന ഒരു വിഷയത്തിൽ, വചനം കേൾക്കുന്ന വിഷയത്തിലാണ്, പ്രയോജനപ്പെടുന്ന വിഷയത്തിലല്ല. അത് ഓർത്തേക്കണം. രണ്ട് വിഷയമാണ്. വചനം കേൾക്കണത് എങ്കിൽ അതിന് ഇവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടി. വചനം പ്രയോജനപ്പെടുന്ന വിഷയമല്ല. അത് രണ്ടും വിഷയമാണ്. രണ്ടാമത്തെ വിഷയമാണ്. നമ്മൾ അപകട മേഖല നിൽക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട, കർത്താവേ കേൾക്കുന്ന വചനം എനിക്ക് പ്രയോജനപ്പെടാൻ അഭിഷേകം തരണമേ എന്നാണ്.
എന്തുകൊണ്ടാണ് മറിയത്തിന് വചനം പ്രയോജനപ്പെട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞത്? അത് ഓരോരുത്തരും പറഞ്ഞതല്ലേ. ഇന്ന് എൻ്റെ കാറ്റഗറിസൻ ടീച്ചേഴ്സിന് ഞങ്ങൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറാൻ സമയം കിട്ടിയില്ല. ഇന്നാണ് എല്ലാത്തിനെയും വിളിച്ചത്. എല്ലാത്തിനെയും വിളിച്ച് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവർ ടീച്ചേഴ്സല്ലേ. അപ്പം ഞാൻ അവരോട് ഗുരുക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഞാനൊന്നും വളരെ തയ്യാറെടുപ്പോടെ നിൽക്കത്തുള്ളൂ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറിയത്തിൻ്റെ കാര്യം ഈശോ പറഞ്ഞത്. ഇതുവരെയൊക്കെ ഈശോ പറയാത്ത കാര്യമാണ്. എന്താ ഈശോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം പ്രയോജനപ്പെടാത്ത കൂട്ടത്തിൽ മറിയം കൂടി ഉണ്ടെന്ന്. എങ്ങനെയാണ് മറിയത്തിന് വചനം പ്രയോജനപ്പെടാതിരുന്നത്? ലാസർ മരിച്ചുപോയി അല്ലേ? അവിടെ കുടുംബത്തിൽ ലാസർ ഉണ്ടായിരുന്ന സമയത്താണ് ഈശോക്ക് വിരുന്നൊരുക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര ബഹളം കാണിച്ച് ഒരാൾ കർത്താവിൻ്റെ വചനം കേട്ട് മറ്റേ അടുക്കളയിൽ പെരുമാറി അവസാനം മാർത്തയ്ക്ക് മറിയത്തോട് സങ്കടമായി. എന്നെ സഹായിക്കാൻ പറയാനേ അവൾ പറഞ്ഞുള്ളൂ. എന്നിട്ട് അവൾ സഹായിക്കാതെ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ ഉപയോഗിച്ച് വചനമെല്ലാം കേൾക്കുകയായിരുന്നു. പക്ഷെ കേൾക്കുക മാത്രമാണ് ചെയ്തത്. അതാണ് പ്രശ്നം. ആ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുടുംബത്തിൻ്റെ കാലാവസ്ഥ മാറി. നെടുംതൂണ് ആണും തൂണും തുടങ്ങിയവായിട്ട് നിന്ന ലാസർ തന്നെ രോഗിയായി മാറുകയും ലാസറിൻ്റെ ഇതിനുള്ളിൽ പല മധ്യസ്ഥ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അവിടെ ഈശോനെ തന്നെ ആളയച്ച് വരുത്തിക്കാൻ വേണ്ടി മാത്രം സ്വാധീനമുള്ളൊരു കുടുംബമാണ്. ഈശോനെ ആളയച്ച് വരുത്തിക്കാൻ സ്വാധീനമുള്ള കുടുംബം എന്ന് പറയുമ്പോൾ ആധ്യാത്മികതയിൽ കുറച്ച് പിടിപാടുള്ള ആൾക്കാരാ. നമ്മൾക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകും. ഈശോനെ വരുത്തിക്കാൻ പറ്റുന്ന സ്വാധീനം ഉണ്ടാകും. ഈശോനെ വരുത്തിക്കാൻ പറ്റുന്ന സ്വാധീനവും തകർച്ചയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമുക്ക് എത്ര സ്വാധീനം ഉണ്ടായാലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ടെസ്റ്റുകൾ എഴുതേണ്ടി വരും. ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് നമുക്കിടെ പണിയല്ലേ എന്നുള്ള ചിന്തയിലാണ്. കുടുംബ പ്രാർത്ഥന നടത്ത്, അല്ലെങ്കിൽ നല്ല പുലിവില ഉണ്ടാവും. കുടുംബ പ്രാർത്ഥന നടത്തുന്ന പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കണം. എന്താണ് പ്രാർത്ഥനയിൽ? അല്ലെങ്കിൽ പള്ളിയിൽ പോയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, വല്ല വണ്ടി ഇടിയാവിലൊക്കെ ഉണ്ടാവും. ആൾക്കാർക്ക് ദൈവത്തോടുള്ള സ്നേഹത്താക്കൾ ഉപരി നമുക്കൊരു സുരക്ഷിതത്വം കിട്ടുക എന്നുള്ള രീതിയിലാണ് ചില വിഷയങ്ങളെ എടുക്കുന്നത്. നിങ്ങളുടെ വിശ്വാസ നിലവാരം അങ്ങനെയാണെന്ന് നോക്കണം. കാര്യം പേടിച്ചിട്ട് പള്ളിയിൽ പോകണം, പേടിച്ചിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അത്ര കണ്ടത് ഹെൽത്തി ആവത്തില്ല. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, പേടിച്ച് പ്രാർത്ഥിക്കാതെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുവാൻ എൻ്റെ കുടുംബത്തിന് അഭിഷേകം നൽകണമേ. കർത്താവേ, പേടിച്ച് പ്രാർത്ഥിക്കാതെ സ്നേഹിച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ കുടുംബത്തിന് അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ലാസറിൻ്റെ ക്ഷീണമായി ലാസർ മരിച്ചു. ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം, 4-ാം ദിവസമാണ് ഈശോ വരണത് അല്ലേ? 4-ാം ദിവസം ഈശോ വരുമ്പോഴാണ് ഈ മറിയത്തിൻ്റെ യഥാർത്ഥ നിറം നമ്മൾ കാണുന്നത്. അത് 11-ാം, അതായത് നിങ്ങൾക്കറിയാമല്ലോ ബൈബിൾ എഴുതിയ ആരാ? ജോസഫത്തിന്. ബൈബിൾ എഴുതിയത് ആരാണ്? ചോദ്യത ശിഷ്യന്മാർ. ബൈബിൾ എഴുതിയ ആരാ? ബൈബിൾ എഴുതിയത് ആരാണ്? ചോദ്യപത POC അച്ഛന്മാർ. പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഔഷപിതാവാ. എൻ്റെ സഹോദരങ്ങളെ, ഒരു ചോക്ക് കൊണ്ട് അധ്യാപകൻ ബോർഡ് എഴുതുന്ന ചോക്കാണ് അധ്യാപകനാണ്. അധ്യാപകൻ ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതിയാൽ, കറുത്ത ബോർഡ് വെളുത്ത അക്ഷരത്തിൽ എഴുതുന്ന ചോക്കാണ് അധ്യാപകനാണോ? ചോക്ക് കൊണ്ട് അധ്യാപനം എഴുതണം അല്ലേ? അപ്പോൾ ഈ അപ്പോസ്തലന്മാരൊക്കെ അവിടെ ഈ പറഞ്ഞ അപ്പോസ്തലന്മാർ കറക്റ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ചോക്ക് മാത്രമാണ് എഴുതുന്നത്, പരിശുദ്ധാത്മാവാ ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ചുംബിക്കണത്. പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വചനം എഴുതുമ്പോൾ വിട്ടുപോകത്തില്ല. മനുഷ്യരാശിക്ക് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവ് വിട്ടുപോകത്തില്ല. ഈശോ വരികയാണ് ലാസറിൻ്റെ ചീഞ്ഞ കുഴിമാടത്തെങ്കിലേക്ക്. കർത്താവ് കുഴിമാടത്തേക്ക് വരുമ്പോൾ ഉടനെ യോഹന്നാൻ പറയും, മറിയം എഴുന്നേറ്റ് പോയെന്ന്. എന്തിന്? ഈശോനെ സ്വീകരിക്കാൻ. അല്ലല്ല, മാർത്ത എഴുന്നേറ്റ് പോയി. എന്തിനാണ്? ഈശോനെ സ്വീകരിക്കാൻ. അത്രയും പറഞ്ഞാൽ മതി. പക്ഷെ താഴെ എഴുതിയിട്ടുണ്ട്, മറിയമാകട്ടെ വീട്ടിൽ തന്നെ ഇരുന്നു. ആ പരീക്ഷയ്ക്ക് തോറ്റി വേണ്ട. അവൾക്ക് ഇവളാണ് പണ്ട് കർത്താവിൻ്റെ വചനം മുഴുവൻ കേട്ടത് അല്ലേ? ഇല്ലേ? കർത്താവിൻ്റെ വചനം. ഈ മറിയം ആരാണെന്നെ കുറിച്ച് ബദനിയായാലും മറിയമാണോ,
മഗ്ദലന മറിയമാണോ എന്നൊക്കെ പറഞ്ഞ് ഡിസ്പ്യൂട്ടുണ്ട്. അത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്ന്, അതിൻ്റെ അർത്ഥം എന്താണ്? മറിയത്തിൻ്റെ വിശ്വാസം കുറഞ്ഞു അല്ലേ? ഇല്ലേ? മറിയത്തിൻ്റെ വിശ്വാസം കുറഞ്ഞുവെന്ന് ഈശോ മാർത്തായോട് പറഞ്ഞു. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു അവൻ മരിച്ചിട്ട് 3 ദിവസമായല്ലോ. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നീ വിശ്വസിച്ച ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വസിക്കാത്ത മറിയം ദൈവമഹത്വം ദർശിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്നില്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.